നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഒരുപാട് അപ്ഡേറ്റിന് ശേഷം അവരെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാക്കി മാറ്റിയിരിക്കുന്നു. ഒരുപാട് ഡൗൺലോഡ്സും നല്ല നല്ല റിവ്യൂസും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് പർച്ചേസ് ചെയ്യാത്ത ട്രയൽ വെർഷൻ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യലാണ്. ഓക്കെ, ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഡൗൺലോഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നെട്ടിപ്പോവും. 100 MB ഡൗൺലോഡ്സ് ഉള്ളത്, 100 മില്യൺ. പിന്നെ റിവ്യൂ ഒന്നും ഒരു രക്ഷയില്ല. എല്ലാം പോസിറ്റീവായിട്ടുള്ള റിവ്യൂ മാത്രമേ ഉള്ളൂ. നെഗറ്റീവായിട്ട് അവിടെ വളരെ റയറായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കൈൻമാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വെൽക്കം മെസ്സേജ് കാണാം. ഓക്കെ കൊടുത്തു. ശേഷം നമ്മൾ പെർമിഷൻസ് അലോ ചെയ്തു. അതിനുശേഷം ചിലപ്പോൾ ആഡുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് നെറ്റ്വർക്കിലായിരിക്കണം ഫുൾ ടൈം. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം വെർഷനിലേക്ക് മാറണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത്. അത് മന്ത്ലി 14 ദിർഹംസിൻ്റെ അടുത്ത്. അതുപോലെ ഇത് ഞാൻ UAE നമ്പറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പ്ലേ സ്റ്റോർ UAE കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേ സ്റ്റോർ അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ദിർഹംസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന് മുമ്പ് ഏതെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴത്ത് ഇവിടെ കാണാൻ പറ്റും. ഒരു പ്രൊജക്റ്റ് ചെയ്തതിന് മുമ്പ് ചെയ്തത്. ശേഷം നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മൾ യൂട്യൂബിലേക്ക് കാണുന്നുണ്ടെങ്കിൽ 16:9, പിന്നെ 9:16 ഉണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലേക്ക്, അതുപോലെ ഓരോന്നിലേക്കുള്ളത് റീൽസിൽ വേറെ, അങ്ങനെ ഓരോ സൈസ് ഉണ്ട്, സ്ക്രീൻ സൈസ്. അതാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളിവിടെ യൂട്യൂബിലേക്കുള്ളത് തന്നെ സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ പരസ്യങ്ങളൊക്കെ വരുന്നത് കാണാം. നമ്മൾ ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ നേരെ ഗാലറിയിലേക്കാണ് പോകണം. ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വീഡിയോസ്, എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഒരു ഫോൾഡർ കാണിച്ചു കൊടുക്കാം. ഫോൾഡറിലുള്ള വീഡിയോസ്, എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനൊരു 2 വീഡിയോ സെലക്ട് ചെയ്തു. ശേഷം നമുക്ക് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാൻ ഇവിടെ 2 വീഡിയോ സെലക്ട് ചെയ്തു. ശേഷം ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കിതിൽ വോയിസ് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ഒരു വോയിസും വേണ്ട. നമുക്കിതിൽ മ്യൂസിക്കാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെ ഒരു വാട്ടർമാർക്ക്, ഒരു പേര്, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അതിന് ഇവിടെ വേണ്ടത്, നമുക്കിനിപ്പോൾ ഇവിടെ വീഡിയോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയയിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ള വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്ക് വന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ലെയർന്ന് കാണാം. ലെയറിലൊന്ന് ടാപ്പ് ചെയ്തു. ലെയറിൽ ടാപ്പ് ചെയ്താൽ മീഡിയ, എഫക്റ്റ്, സ്റ്റിക്കർ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയും കാണാം. അപ്പോൾ നമ്മളിതിൽ ടെക്സ്റ്റ് കൊടുത്തു. ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ ചാനലിൻ്റെ പേരൊന്ന് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത ആ ടെക്സ്റ്റ് ഇവിടെ ഉണ്ടാവും. അതിനൊന്ന് ചെറുതാക്കി എടുക്കുക. ശേഷം ഇനി നമുക്കിതിന് ആനിമേഷൻസോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഉള്ള കളിയാണ് അടുത്തത്. അതായത് നമുക്ക് ഫസ്റ്റിൽ എ എന്ന് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് സ്ക്രീനിൽ. എയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫോണ്ട് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ഫോണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ശേഷം മുകളിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വന്നു. പിന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നടുക്കുള്ളത് കട്ട് ചെയ്യാനുള്ളതാണ്. അത് ട്രിം ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് വേണ്ട തൽക്കാലം. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി അതിൽ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൈറ്റ് കളറാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അത് നമുക്കിവിടെ ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ, നമുക്ക് ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നിക്കുന്ന ഒരു കളർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് ചെറുതാക്കാൻ വലുതാക്കൊക്കെ ചെയ്യാൻ ഇവിടുന്ന്. ശേഷം ഇനി നമുക്കിതിന് ആനിമേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻ ആനിമേഷൻ ഉണ്ട്. അതായത് നമ്മളെ ടെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ഇൻ ചെയ്യുന്നത് അതിനൊരു ഇൻട്രോ, ഇൻ ടെക്സ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ അത് എങ്ങനെ വരും, അത് നമ്മൾ ഓക്കെ ടിക്ക് കൊടുത്തു. നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ഒന്നുകൂടി ആ ടെക്സ്റ്റിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇന്ന് കൊടുത്തു. ഇനി ഓവറോൾ ആനിമേഷന്, അതായത് വീഡിയോ എൻഡ് വരെ, ടിൽ ദ എൻഡ്, അവസാനം വരെ നമുക്ക് ഒരു ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാൻ ബ്ലിങ്ക് സ്ലോ കൊടുത്തു. ഫ്ലിക്കർ കൊടുക്കും. നിങ്ങൾക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുത്താൽ മതി. ഞാനിവിടെ നണ്ണ് കൊടുത്തു, ടിക്ക് ചെയ്തു. ശേഷം നമ്മൾ ഈ വീഡിയോ ടെക്സ്റ്റ് ഇപ്പോൾ കൊടുത്തത് ഇത് വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടെക്സ്റ്റ് ഇല്ല, നമ്മൾ വീണ്ടും വലിച്ചു. എന്നിട്ട് ഒന്നുകൂടി ടെക്സ്റ്റിൻ്റെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു അറ്റത്ത് റൈറ്റ് സൈഡിൽ യെല്ലോ കാണുന്ന ഭാഗത്ത് പിടിച്ചിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യണം. അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും. ഇതുവരെ ഇങ്ങനെയും ചെയ്യാം നമുക്കിതാ. അതിനെ പിടിച്ചിട്ട് വീഡിയോ അവസാനം വരെ പിടിച്ച് കൊണ്ടുവന്നു നമ്മൾ. ശേഷം നമ്മൾ ഇവിടെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓക്കെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കണ്ടോ, ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്തു. ഇനി അതിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ കളർ കുറച്ച് ഡിമ്മാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതല്ലേ, ഇത് ഫുൾ ബ്രൈറ്റാണ്. ഇതിൽ നമുക്ക് കുറച്ച് ഡാർക്കാക്കി കൊണ്ടുവരാൻ പറ്റും, ലൈറ്റാക്കി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ കൊടുത്തു. ഇനി നമുക്കതിൽ വേറെ എന്താ ചെയ്യേണ്ടത് നോക്കാം. റൊട്ടേറ്റ് പഠിച്ചു. ബ്ലെൻഡിങ് ഇത് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് നമുക്കൊന്നും ചെയ്യേണ്ട. ഇതിലേക്കൊരു ആവശ്യം വരണമില്ല. അത് ശരിക്കും നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു. അതിന് ശേഷം പിന്നെ വരുന്നത് ടെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൽ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നടുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യേണ്ട. ഓക്കെ കൊടുത്തു. ഇനി നമുക്കിതിൽ വരാനുള്ളത് ഫോണ്ട് ചേഞ്ച് ആക്കാനുള്ളത്, ഷാഡോ കൊടുക്കാണ്ട്, ആ ടെക്സ്റ്റിന് തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും ഇതിലേക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അതായത് ഔട്ട്ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതിൻ്റെ കളർ ഇത് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ആദ്യം എനേബിൾ ആക്കണം, എന്നിട്ട് കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഔട്ട്ലൈൻ കളർ കൊടുക്കുക. അതൊന്നും വേണ്ട, നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെർട്ട് ആവുന്ന കാലത്ത് അങ്ങനെ ചെയ്ത് പഠിക്കാം. ഇത് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓക്കെ കൊടുത്തു. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞോടെ ഇനി ഇതേ രീതിയിൽ തന്നെ നമ്മളിവിടെ ലെയറിൽ ടാപ്പ് ചെയ്തു. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഫോണ്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കൊടുക്കാം. ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോണത് ലെയറിൽ തന്നെ ടാപ്പ് ചെയ്തു. ശേഷം നമ്മൾ ഒരു ലോഗോ കൊടുക്കാൻ പോകണം. ലോഗോ നമുക്കിഷ്ടമുള്ള ഒരു ലോഗോ നമ്മൾ ഫോണിലുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ലോഗോ, അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ലോഗോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിക്കില്ല, വേറൊരു കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് കാണിക്കില്ല. നിങ്ങളുടെ ലോഗോ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കേട്ടില്ലേ, നിങ്ങൾ ആ ലോഗോ മാത്രം ഉണ്ടാവുള്ളൂ, അതിൻ്റെ പിന്നിൽ വേറെ ഒരു കളറുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ലോഗോ അത് സെറ്റ് ചെയ്ത് വെക്കുക. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഒന്ന് ചെറുതാക്കി ഇതിനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസാക്കിയിട്ട് നമുക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ടുവെക്കാം. ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ എന്തെങ്കിലും ബ്ലിങ്ക് ചെയ്യിക്കണോ ആനിമേഷൻസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മൾ നേരത്തെ ടെക്സ്റ്റിൽ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓവറോൾ എന്തെങ്കിലും ആനിമേഷൻ വേണോ, ബ്ലിങ്ക് കൊടുത്തു ഞാൻ. അതപ്പോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിതിലുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. റെയിന് കൊടുത്തപ്പോൾ കണ്ടില്ലേ, മഴ പെയ്യുന്ന പോലെ നമ്മൾ ആ ലോഗോ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. അപ്പോൾ നമ്മളതൊന്നും വേണ്ടത് കുറച്ച് ഓവറായി പോകും. അതുകൊണ്ട് ബ്ലിങ്ക് സ്ലോ ഞാനൊന്ന് കൊടുത്തു നോക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാൻ കാര്യമായിട്ട് ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പാസിറ്റി ഇതാ നമ്മളിവിടെ ഇങ്ങനെ കുറയ്ക്കുക. നേരത്തെ ടെക്സ്റ്റിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളിൽ അങ്ങനെ തന്നെ ഇടാം. ഞാൻ കുറയ്ക്കുന്നില്ല, ഫുള്ള് അങ്ങനെ തന്നെ ഇടും. നമ്മുടെ ലോഗോ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രാൻഡ് ലോഗോ തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ടിൽ ദ എൻഡ് വീഡിയോ അവസാനിക്കുന്നവരെ നമ്മൾ ഇത് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകാണ്. ഓക്കെ, ഇത് ചെറിയൊരു വീഡിയോ എന്നെ കൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട്. ശേഷം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യം ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പാർട്ടിൽ ഞാനിത് ഒന്നുകൂടി വിശദീകരിച്ച് തരാം.